ഞായറാഴ്ച രാത്രി സീതാങ്കോളി ടൗണിൽ നടന്ന സംഘർഷത്തിനിടയിൽ യുവാവിന്റെ കഴുത്തിൽ തറച്ച കത്തി ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു. ബദിയടുക്കയിലെ മത്സ്യവ്യാപാരിയായ കുട്ടൻ എന്ന അനിൽകുമാറിന്റെ കഴുത്തിൽ തറച്ച കത്തിയാണ് നീക്കം ചെയ്തത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ഞായറാഴ്ച രാത്രി സീതാങ്കോളി ടൗണിൽ നടന്ന സംഘർഷത്തിനിടയിൽ യുവാവിന്റെ കഴുത്തിൽ തറച്ച കത്തിയാണ് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തത്. ബദിയടുക്കയിലെ മത്സ്യവ്യാപാരിയായ കുട്ടൻ എന്ന അനിൽകുമാറിന്റെ കഴുത്തിൽ തറഞ്ഞ കത്തിയാണ് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തത്. ഇപ്പോൾ ICUവിൽ ചികിത്സയിലാണ് അനിൽകുമാർ. സംഭവവുമായി ബന്ധപ്പെട്ട് 2 വാഹനങ്ങളും 4 പേരെയും കുമ്പള പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അക്രമികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുമെന്ന് കുമ്പള പോലീസ് പറഞ്ഞു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് സംഘർഷത്തിന് ഇടയാക്കിയതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഹോട്ടൽ ജീവനക്കാരനായ ഒരാൾക്ക് കടമായി നൽകിയ പണം തിരികെ കിട്ടാഞ്ഞതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് സീതാങ്കോളി ടൗണിൽ ഏറെ നേരം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഭവങ്ങൾക്ക് കാരണമായതെന്ന് കുമ്പള പോലീസ് കൂട്ടിച്ചേർത്തു. അതേസമയം സംഘർഷവുമായി ബന്ധമുള്ള ചിലർ ഒളിവിൽ പോയിട്ടുണ്ടെന്നും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.